വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ 3ാം ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അതെല്ലാ കൂട്ടുകാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഇത് കാണേണ്ടത്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ കാർഡ്സ്. While cleaning the house, Rihan and Ria found a bag. ഹൗസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ക്ലെൻലിനെസ് വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ലെൻലിനെസ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയറ ഗ്രാമപഞ്ചായത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അവരുടെ വീട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ റിഹാൻ ആൻഡ് റിയ ഫൗണ്ട് എ ബാഗ്. റിഹാനും റിയക്കും ഒരു ബാഗ് കിട്ടി. ഓ, ഇറ്റ്സ് ഫുൾ ഓഫ് നമ്പർ കാർഡ്സ്. അവർ പറഞ്ഞു അതിനകത്ത് നിന്ന് അവർക്ക് എന്താ കിട്ടിയത്? ഫുൾ ഓഫ് നമ്പർ കാർഡ്സ്. ദർ ആർ റെഡ് ആൻഡ് ബ്ലൂ. അതായത് റെഡ് കളറിലും ബ്ലൂ കളറിലുമുള്ള 2 ടൈപ്പ് കാർഡ്സാണ് അവർക്ക് ബാഗിനകത്ത് നിന്ന് കിട്ടിയത്. ദേ ആഡഡ് ദ നമ്പർ ഓൺ എ റെഡ് കാർഡ് ആൻഡ് ദ നമ്പർ ഓൺ എ ബ്ലൂ കാർഡ് ആൻഡ് മെയ്ഡ് ന്യൂ നമ്പേഴ്സ്. അവർ റെഡ് കാർഡിലുള്ള ഒരു നമ്പറും ബ്ലൂ കാർഡിലുള്ള ഒരു നമ്പറും തമ്മിൽ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ദേ ഗോട്ട് സം നമ്പേഴ്സ്. അവർക്ക് കുറച്ച് നമ്പേഴ്സ് കിട്ടി. നോക്കാം. 57 ഫസ്റ്റ് നമ്പർ അവർക്ക് കിട്ടിയ ആദ്യത്തെ നമ്പറാണ് ഇത്. 57, 81, 68, 79, 47 എന്നിങ്ങനെ കുറച്ച് നമ്പേഴ്സ് അവർക്ക് ആഡ് ചെയ്തിട്ട് കിട്ടി. 57 എങ്ങനെയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെയാണ് അവർ ആഡ് ചെയ്യേണ്ടത്? ഒരു റെഡ് കാർഡും ഒരു ബ്ലൂ കാർഡും. അപ്പോൾ 57 കിട്ടണമെങ്കിൽ 50 എന്ന റെഡ് കാർഡും 7 എന്ന ബ്ലൂ കാർഡും ആഡ് ചെയ്യണം. അപ്പോൾ 50 + 7 ആണ് ഇത് 57. 81 കിട്ടാനോ 80 + 1 ആണ് 81. 68 കിട്ടാനോ 60 + 8 ആണ് 68. 79 കിട്ടാനോ 70 + 9 ആണ് 79. 47 കിട്ടാനോ 40 + 7 ആണ് 49 അല്ലേ? അപ്പോൾ 57 കിട്ടുന്നത് 50 + 7 81, 80 + 1 68, 60 + 8 79, 70 + 9 47, 40 + 7 ഇങ്ങനെയാണ് അവർക്ക് കിട്ടിയ നമ്പേഴ്സ്. ഇനി നോക്കിക്കോളൂ. നെക്സ്റ്റ്, ഈ കിട്ടിയ നമ്പേഴ്സിന് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ബിഗ്ഗസ്റ്റ്. സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ദാറ്റ് മീൻസ് ഇൻക്രീസിങ് ഓർഡർ. ഇൻക്രീസിങ് ഓർഡറിൽ മക്കൾ ഈ നമ്പേഴ്സിനൊന്ന് അറേഞ്ച് ചെയ്തിടണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പോൾ ആദ്യം അതിലേറ്റവും ചെറുത്, ഏറ്റവും സ്മോളസ്റ്റ് വൺ ഏതാണെന്ന് മക്കൾ കണ്ടുപിടിക്കണം. ഏതാണ്? 57 ആണോ, 81 ആണോ, 68 ആണോ, 79 ആണോ, 47 ആണോ? ഓക്കെ, 57, 81, 68, 79, 47 ഇതിലേറ്റവും ചെറിയ നമ്പർ ഏതാ? 47 ആണല്ലേ? അപ്പോൾ 47 ആണ് ഏറ്റവും ചെറുത്. ഇനി നെക്സ്റ്റ് അതിനേക്കാളും കുറച്ചും കൂടി ലാർജർ ആയിട്ടുള്ള നമ്പർ ഏതാ? 47 കഴിഞ്ഞാൽ 57 അല്ലേ? ഇനി 57 കഴിഞ്ഞാലോ 68, ദെൻ 68 കഴിഞ്ഞാലോ 79, 79 കഴിഞ്ഞാലോ 81. ഇത് മക്കൾ തന്നെ കണ്ടുപിടിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ അവിടെ റൈറ്റ് സൈഡിൽ ആൻസർ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. 47, 57, 68, 79, 81 എന്നിങ്ങനെയുള്ള ഈ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കോളൂ. അത് ടീച്ചർ എന്ന ആൻസറാണ്. സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമേ ടീച്ചർ എഴുതിയത് നോക്കണ്ടൂ. അപ്പോൾ അല്ലാതെ തന്നെ ബാക്കി എല്ലാം മക്കൾക്ക് കിട്ടും. സ്വന്തമായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്കത് മനസ്സിലാവും കൂടുതൽ. ഓക്കെ, അപ്പോൾ നൗ യു ക്യാൻ മേക്ക് നമ്പേഴ്സ് ലൈക്ക് ദിസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ചുവപ്പ് കാർഡും അതായത് റെഡ് കാർഡും ബ്ലൂ കാർഡും വെച്ചിട്ട് നിങ്ങൾ തന്നെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാക്കുക. റെഡ് കാർഡിൽ ഒന്ന് ആഡ് ചെയ്യുക, പ്ലസ് അത് റെഡ് കാർഡിൽ ഒന്നിൻ്റെ കൂടെ ഒരു ബ്ലൂ കാർഡിൽ മറ്റൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് മക്കൾ തന്നെ എന്ത് ചെയ്യുക? കുറച്ച് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ടീച്ചർക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. മക്കൾ അത് ചെയ്യേണ്ട, വേറെ ചെയ്താൽ മതി. ടീച്ചർ ഒരു എക്സാമ്പിളായിട്ട് മാത്രം കൊടുത്തതാണ്. നൗ യു ക്യാൻ മേക്ക് നമ്പേഴ്സ് ലൈക്ക് ദിസ്. 59, 82, 76, 67, 48. എങ്ങനെയാണ് ടീച്ചർക്ക് 59 കിട്ടിയത്? 50 + 9 ആണ് 59 അല്ലേ? ബ്ലൂ കാർഡിലെ 50യും റെഡ് കാർഡിലെ 50യും ബ്ലൂ കാർഡിലെ 9ഉം ചേർത്ത് ടീച്ചർക്ക് എന്ത് കിട്ടി? 59 കിട്ടി. നെക്സ്റ്റ് ടീച്ചർ കണ്ടുപിടിച്ചത് 82 ആണ്. 82 ടീച്ചർക്ക് എങ്ങനെയാണ് കിട്ടുക? ഈ റെഡ് കാർഡിൽ 80 കൂട്ടണം. 80 + ബ്ലൂ കാർഡിലെ 2 അല്ലേ? 80 + 2 ആണെന്ത്? 82. ഇനി 76ഓ? 70 + 6 ആണ് 76. 67ഓ? 60 + 7 ആണ് 67. 48ഓ? 40 + 8 ആണ് 48.
ഇനി ഇപ്പം കിട്ടിയ ഈ ടീച്ചർക്ക് കിട്ടിയ ഈ നമ്പേഴ്സിന് ഇനി അടുത്ത വർക്ക് എന്താണെന്നറിയോ? റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ഈ നമ്പേഴ്സിന് ഇനി സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്കല്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻക്രീസിങ് ഓർഡറിലല്ല, നേരെ ഓപ്പോസിറ്റ് ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. നമ്മളതിനെ ഡിക്രീസിങ് ഓർഡറിലാണ് ഇനി ഒന്ന് എഴുതേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യപ്രകാരം. ചിലപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ എന്ത് ചോദിക്കാം? ഇൻക്രീസിങ് ഓർഡർ ചോദിക്കാം, അതായത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചോദിക്കാം? ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. നമ്മളിതിന് എന്ത് ചെയ്യണം? വലുതെന്ന് ചെറുതിലേക്ക് എഴുതണം. അപ്പോൾ ടീച്ചർ ഉണ്ടാക്കി ഈ നമ്പേഴ്സിൽ 59, 82, 76, 67, 48 എന്ന ഈ നമ്പേഴ്സിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ. ഏതാണ് ടീച്ചർ എഴുതിയതിൽ ഏറ്റവും വലുത്? പറഞ്ഞേ മക്കൾ, പറഞ്ഞേ. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാ? 82 അല്ലേ? ഏറ്റവും ലാർജസ്റ്റ് നമ്പറാണ് ഇത് 82. ഏറ്റവും ലാർജസ്റ്റ് നമ്പറാണ് ഇത് 82. അപ്പോൾ ഈ 82 എന്നുള്ള നമ്പർ ആദ്യം നമ്മൾ എഴുതണം. അത് കഴിഞ്ഞാൽ അതിനേക്കാളും ചെറുത് കണ്ടുപിടിക്കണം. 82 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടീച്ചർ എഴുതിയ നമ്പേഴ്സിൽ വരുന്നത് 76, പിന്നെ വരുന്നത് 67, പിന്നെ വരുന്നത് 59, പിന്നെ ഏറ്റവും ലാസ്റ്റ് ടീച്ചർ എഴുതിയതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 48 എന്നിങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്പേഴ്സ് വരുന്നത്. അത് നമ്മൾ എഴുതി കണ്ടുപിടിച്ചു. ഓക്കെ, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ എഴുതിയ ഏത് നമ്പറാണോ, അതായത് നമ്മൾ സ്വന്തമായിട്ടാണ് നമ്പർ ഉണ്ടാക്കുന്നത്, ആ മക്കൾ എഴുതിയ നമ്പറിനനുസരിച്ചിട്ട് വേണം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റും സ്മോളസ്റ്റ് ടു ലാർജസ്റ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ എക്സാമിന് നമുക്ക് ഏത് ക്വസ്റ്റ്യനാണ് വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാവണം. അതിന് നമ്പേഴ്സ് മനസ്സിൽ ഉറക്കണം. അപ്പോൾ പലതവണ എഴുതിയിട്ടും പറഞ്ഞിട്ടും ഒക്കെ നമ്പേഴ്സ് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. ലൈക്ക് ദിസ്, ആഡ് ദ നമ്പേഴ്സ് ഓൺ ദ അതർ കാർഡ്സ് ആൻഡ് റൈറ്റ് ദം. ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ഈ നമ്പേഴ്സ് ഇല്ലേ, ഇതുപോലെ ഈ ബ്ലൂ കാർഡും റെഡ് കാർഡും തമ്മിൽ ആഡ് ചെയ്തിട്ട് മാക്സിമം നമ്പേഴ്സ് മക്കളൊന്ന് കണ്ടുപിടിക്കണം. ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ നോക്കണ്ട. കാർഡിലുള്ള ഓരോ കാർഡ്, ഇപ്പോൾ 40 എന്നൊരു കാർഡ് ഉണ്ടല്ലേ, ആ 40 എന്ന റെഡ് കാർഡിൻ്റെ കൂടെ ബ്ലൂ കാർഡിലുള്ളത് ഓരോന്ന് കൂട്ട്. എന്നിട്ട് കിട്ടുന്ന നമ്പേഴ്സിനൊന്ന് ഓർഡറിൽ എഴുത്. ടീച്ചർ ചെയ്തത് നോക്കിക്കോ. 40 + 1 41, 40 + 2 42, 40 + 3 43, then 44, 45, 46, 47, 48, 49. 50 എഴുതാൻ പറ്റുമോ? ഇല്ല. 50 എന്നുള്ള ഒരു സിംഗിൾ കാർഡാണ് അവിടെ ഉള്ളത്. അല്ലാതെ ആഡ് ചെയ്തിട്ട് 50 ആണെങ്കിൽ 40 + 10 വരണം. 40 + 10 എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 49ൽ നിർത്തണം. മക്കൾക്ക് മനസ്സിലായല്ലോ? അതുപോലെ 51, 52, 53, 54, 55, 56, 57, 58, 59, 60 നമുക്ക് എഴുതാൻ പറ്റൂല. കാരണം 60 എന്നൊരു സിംഗിൾ കാർഡ്, ഒരു റെഡ് കാർഡ് അവിടെ ഉണ്ട്. ഓക്കെ, ഏതും രണ്ട് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിലവിലവിടെ 60 എന്ന് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് 60 എന്നുള്ള ഓപ്ഷൻ അവിടെ വരൂല. ഓക്കെ, ദെൻ 61, 62, 63, 64, 65, 66, 67, 68, 69. Then 71, 72, 73, 74, 75, 76, 77, 78, 79, 81, 82, 83, 84, 85, 86, 87, 88, 89. ഓക്കെ, 89 എന്ന് പറയുന്നത് 80 + 9 ആണ്. 80 എന്ന റെഡ് കാർഡും 9 എന്ന ബ്ലൂ കാർഡും ചേർന്നത്. അപ്പോൾ ഇത് മക്കൾ എന്ത് ചെയ്യണം? സ്വന്തമായി വീഡിയോ പോസ് ചെയ്തോളൂ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഇത് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം എഴുതിയത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ടീച്ചർ എഴുതി വെച്ചതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? യെസ്, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. 1 sentence. ഹൈജീൻ ക്ലബ് മെമ്പേഴ്സ് മെയ്ഡ് പേപ്പർ സ്ട്രോ. ഓക്കെ, ഹൈജീൻ ക്ലബ്ബ് മെമ്പേഴ്സ് പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ അറേഞ്ച്ഡ് ദ സ്ട്രോസ് ആസ് ബഞ്ചസ് ഓഫ് 10s ആൻഡ് സം ലൂസ് വൺസ്. അവർ 10ൻ്റെ കെട്ടുകളാക്കിയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? പേപ്പർ സ്ട്രോ വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം 10ൻ്റെ കെട്ടല്ല, ചിലതങ്ങനെ ഒറ്റക്കൊറ്റക്ക് തന്നെ ഇട്ടിട്ടുമുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ശ്രീഷ പിന്നെ ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 4 കെട്ടുകളുണ്ട്. 10ൻ്റെ കെട്ട് 4 എണ്ണം, 10സിൻ്റെ കെട്ട് 4 എണ്ണം ഉണ്ട്. ബാക്കി എത്ര എണ്ണം? 5 എണ്ണം വേറെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതണം? 4 10s and 5 1s എന്ന് എഴുതണം. അതിന് 4 10s and 5 1s. അതാണ് 4 10s എന്ന് പറയുന്നത് എത്രയാണ്? 40. 5 1s 5. അവിടെ ഏതാ കൊടുത്തിട്ട് നേരെ റൈറ്റ് സൈഡിൽ നോക്ക്. 4 10s and 5 1s.
അപ്പോൾ 40 ആൻഡ് 5. അപ്പോൾ 40യും 5ഉം ചേർന്ന് എത്ര കിട്ടും? 45 കിട്ടും. ഓക്കെ, ശ്രീഷ ഉണ്ടാക്കിയത് 4 ബണ്ടിലും 4 ടെൻസിൻ്റെ ബണ്ടിലും ഒരു 5 വരുന്ന ഒന്ന് സെപ്പറേറ്റും ആണുള്ളത്. അപ്പോൾ 4 10s ആൻഡ് 5 1s. 4 10s 40 ആൻഡ് 5 1s 5. 40 + 5 45. മക്കൾക്കത് മനസ്സിലായല്ലോ? അതുപോലെ ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തതാ. ഇതുപോലെ അനിഖ ഉണ്ടാക്കിയത് എത്ര എണ്ണമാണ് നോക്കിയേ, എത്ര ബണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്? 1 2 3 4 5 6 7 അല്ലേ? 7 ബണ്ടിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 7 ടെൻസിൻ്റെ ബണ്ടിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 7 ടെൻസ് ആൻഡ് എത്ര വൺസ്? 3 വൺസ്. 7 ടെൻസ് ആൻഡ് 3 വൺസ്. അപ്പോൾ എന്താ ആൻസർ? 7 10 എന്ന് പറയുമ്പോൾ താഴെ എന്ത് എഴുതണം? 70 എന്ന് താഴെ എഴുതണം അല്ലേ? 7 10s are 70. അപ്പോൾ 70 എന്ന് താഴെ എഴുതണം. ആൻഡ് 3 വൺസ് 70 ആൻഡ് 3 എന്ന് വരും. 70 ആൻഡ് 3 എന്ന് പറയുന്നത് എന്താണ്? 73 ആണ്. 73 73. ദെൻ നന്ദു ഉണ്ടാക്കിയത് 6 ടെൻസിൻ്റെ ബഞ്ചസാണ്. അപ്പോൾ അവിടെ എഴുതണം 6 ടെൻസ്. 6 ടെൻസ് ആൻഡ് 7 വൺസ്. എണ്ണി നോക്കിയാൽ മതി എത്ര എണ്ണം ഉണ്ട്. ആ ഒറ്റക്കൊറ്റക്കുള്ളത് എത്ര എണ്ണം ഉണ്ട് നോക്കുക. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ മക്കൾക്ക് എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ 6 ടെൻസ് ആൻഡ് 7 വൺസ് എന്ന് കിട്ടും. 6 ടെൻസ് എന്ന് പറയുന്നത് 60 ആണ്. 7 വൺസ് എന്ന് പറയുന്നത് 7 തന്നെ. അപ്പോൾ 60 + 7. 60 + 7 എന്ന് പറയുന്നത് 67. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ആരുഷ് എന്ന് പറയുന്ന കുട്ടി 9 ബണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പേപ്പർ സ്ട്രോൻ്റെ 9 ബഞ്ചസ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം 9 10s ആൻഡ് 4 വൺസ്. മക്കൾ എണ്ണി നോക്കിയാൽ മതി. 9 എണ്ണം ഉണ്ട് അതല്ലേ? വൺസ് 4 എണ്ണം ഉണ്ട്. അപ്പോൾ 9 10s ആൻഡ് 4 വൺസ്. 9 10s എന്ന് പറയുന്നത് 90 അല്ലേ? 9 10 കൂട്ടുന്നു. 9 ടൈംസ് നമ്മൾ 10 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 10s are 90. 90 എന്ന് കിട്ടും. പ്ലസ് നമുക്ക് എന്ത് വരുന്നുണ്ട്? എത്ര വൺസ് വരുന്നുണ്ട്? 4 വൺസ് വരുന്നുണ്ട്. 4 വൺസ്. അപ്പോൾ 90 + 4 94 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയ നമ്പേഴ്സ് ഇല്ലേ? 45 73 67 94 എന്ന് പറയുന്ന ഈ 4 നമ്പേഴ്സ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതിനെ സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതണം. അപ്പോൾ അവിടെ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. മക്കൾ ആദ്യം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 45 ദെൻ 67 ദെൻ 73 പിന്നെ 94. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അതായത് ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 45 ആണ്. ദെൻ 67 ആണ്. ദെൻ 73 ആണ്. പിന്നെ 94 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതണം. ഇനി സീ ദ പേപ്പർ സ്ട്രോസ് അദ്വിത ആൻഡ് നന്ദു മേഡ്. അദ്വിതയും നന്ദു ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോസ് കണ്ടോ? അദ്വിത എത്ര എണ്ണം ഉണ്ടാക്കി? 2 എണ്ണം ടെൻസിൻ്റെതും 3 വൺസിൻ്റെതും ഉള്ളത് അല്ലേ? അപ്പോൾ 2 10s 20 ആൻഡ് 3 വൺസ്. 20 + 3 എത്ര കിട്ടും? 23 കിട്ടണം. ടീച്ചർ അവിടെ ആൻസർ കൊടുത്തിട്ടില്ല, കാരണം സിമ്പിൾ കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ടീച്ചർ അവിടെ ആൻസർ കൊടുക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ 2 ബണ്ടിലാണ് അദ്വിതി ഉണ്ടാക്കിയത്. അദ്വിതേൻ്റെ ചിത്രത്തിൻ്റെ നേരെ കൊടുത്തിട്ടതാ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ 2 10s എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 20 + എത്ര വൺസ് ഉണ്ട് അവിടെ? 3 വൺസ് ഉണ്ട് അല്ലേ? 2 ബണ്ടിലും അതുകൂടാണ്ട് ഒരു 3 എണ്ണമാണ് അടിയുള്ളത്. അപ്പോൾ 20 + 3. 20 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. അപ്പോൾ ഹൗ മെനി പേപ്പർ സ്ട്രോസ് ഡിഡ് അദ്വിത മേക്ക്? അദ്വിത ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോസ് എത്രയാണ്? 23 ആണ്. ഇനി പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് നോക്കിയാൽ നന്ദു കുറച്ചധികം ഉണ്ടാക്കിയല്ലേ? ഭയങ്കര മിടുക്കം തന്നെ. ഓൻ എത്ര ഉണ്ടാക്കി നോക്കിയാൽ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ? ടെൻസിൻ്റെ ബഞ്ചസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ബണ്ടിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 6 ടെൻസ്. 6 ടെൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 60 വരും. 60. ഓക്കെ, 6 10s are 60. ഇനി അവിടെ എത്ര വൺസ് ഉണ്ട് നോക്കിയാൽ നമ്മുടെ നന്ദുവിൻ്റെ കേസിൽ 1 2 3 4 5 6 7 വൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ 7 വൺസ്. 6 ടെൻസും 7 വൺസും ഉണ്ട്. അപ്പോൾ എന്താ ആൻസർ? 67 അല്ലേ? 67 എന്ന് ആൻസർ വരണം. ആർക്ക് 23 കിട്ടി? നമ്മുടെ അദ്വിതക്ക് 23യും നന്ദുവിന് എത്ര കിട്ടി? നന്ദുവിന്
പറ, നന്ദുവിന് എത്ര കിട്ടി? 67 കിട്ടി. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രോസ് ദേ മെയ്ഡ്? അവരുണ്ടാക്കിയ ആകെ സ്ട്രോകളുടെ എണ്ണം എത്ര? ആകെ സ്ട്രോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 23 + 67. 23യും 67ഉം കൂട്ടിയാൽ എത്രയാ? എത്ര ആൻസർ കിട്ടും? കണ്ടുപിടിച്ച് 23 ആൻഡ് 67. 23 ആൻഡ് 67. 20യും 60യും എത്രയാണ്? 20യും 60യും 80 അല്ലേ? പിന്നെ 7ഉം 3യും എത്രയാ? 10. അപ്പോൾ 80 + 10 എത്രയാ? 90. ആൻസർ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 90 എന്ന് കിട്ടണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പേപ്പർ സ്ട്രോസ് ഡിഡ് അദ്വിത മേക്ക്? അദ്വിത ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ എത്രയാണ് മക്കളെ? 23 ആണ്. ഹൗ മെനി പേപ്പർ സ്ട്രോസ് ഡിഡ് നന്ദു മേക്ക്? നന്ദു ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോ എത്രയാ? 67. അങ്ങനെയാണെങ്കിൽ അവരുണ്ടാക്കിയ ടോട്ടൽ പേപ്പർ സ്ട്രോസ് എത്രയാണ്? അവരുണ്ടാക്കിയ ടോട്ടൽ പേപ്പർ സ്ട്രോസ് എന്ന് പറയുന്നത് 90. മനസ്സിലായല്ലോ? ഇനി ഹൗ ഐ ഫൗണ്ട്, എങ്ങനെയാണ് നമ്മളിത് കണ്ടെത്തിയത്? എന്താ പറയുക, 23യും 67ഉം 90 ആണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 20 + 60 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 80 ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ 7ഉം 3യും കൂട്ടി എത്ര കിട്ടും? 10 കിട്ടും. 7ഉം 3യും 10 പ്ലസ് നമുക്ക് നേരത്തെ കിട്ടിയ 80യും 10ഉം എത്രയാണ്? 80യും 10ഉം എത്രയാണ്? 90. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് പിന്നീട് എഴുതാവുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി ലെറ്റ്സ് മേക്ക് ബാഡ്ജസ്. നമുക്കിനി എന്ത് ചെയ്യാം? ബാഡ്ജസ് ഉണ്ടാക്കാം. മെമ്പേഴ്സ് ഓഫ് ദ ഹൈജീൻ ക്ലബ് മെമ്പേഴ്സ് മെയ്ഡ് ബാഡ്ജസ് ഫോർ ദം. ഈ ഹൈജീൻ ക്ലബ് മെമ്പേഴ്സ് അവർക്ക് വേണ്ടി ബാഡ്ജസ് ഉണ്ടാക്കി. ഇതൊരു സിമ്പിൾ വർക്കാണ്. കളർ ദീസ് ബാഡ്ജസ്. ഈ ബാഡ്ജസിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കൊടുത്ത ബാഡ്ജിന് നിങ്ങളൊന്ന് കളർ ചെയ്തെടുക്കണം. ഓക്കെ. അത് നമുക്ക് ഈസിയാണ്. ടീച്ചർക്കൊന്നും അതിലധികം പറയാനില്ല. മക്കൾ കളർ കൊടുക്കുക. ദെൻ join the numbers on the badge in order and write them. ഈ ബാഡ്ജിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിന് മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർഡർ ആക്കി എടുക്കണം. ഓക്കെ. എങ്ങനെയാണെന്ന് ടീച്ചറെ പറയാം. ആദ്യത്തെ ബാഡ്ജിനെ നോക്കിയേ. അതിൽ കുറേ നമ്പേഴ്സ് കാണുന്നില്ലേ? 50, 55, 60, 65 അങ്ങനെ കുറേ നമ്പേഴ്സിനെ കാണുന്നില്ലേ ഫസ്റ്റ് ബാഡ്ജിൽ? അതിൽ ആ 15ൻ്റെ അടുത്തുനിന്ന് 55ലേക്ക് അതാ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് അല്ലേ? 50യും 55ഉം തമ്മിലുള്ള ബന്ധം എന്താ? അത് റിലേഷൻ? 15ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാ 55 കിട്ടുക? 50 + 5 ആണ് 55 അല്ലേ? അപ്പോൾ 50 + 5 55. 55 + 5 കൂട്ടിയാലോ? 55ൻ്റെ കൂടെ 5 കൂട്ടിയാലോ നമുക്ക് 60 കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ബാഡ്ജ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 50ന്ന് 5 കൂട്ടി 55, 55നോട് 5 കൂട്ടിയാൽ 60, ദെൻ 60യോട് 5 കൂട്ടിയാൽ 65. അങ്ങനെ നമ്മളത് എഴുതണം. ആ ബാഡ്ജിൻ്റെ തൊട്ടടുത്തത് കുറച്ച് ബോക്സ്, നീല ബോക്സ് താഴെ കൊടുത്തിട്ട് അതിലാണ് നമ്മളിത് കൂട്ടി എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതും? 50 അല്ലേ? 15നോട് 5 കൂട്ടിയാൽ എത്ര കിട്ടും? 55. ദെൻ അഗെയിൻ 5 കൂട്ടിയാൽ 60, പിന്നെയും കൂട്ടിയാൽ 65, പിന്നെയും കൂട്ടിയാൽ 70, ദെൻ 75, 80, 85, 90, 95. തന്നിരിക്കുന്ന ബാഡ്ജ് പ്രകാരം നമുക്ക് 95 വരെയാണ് അവിടെ എഴുതാനുള്ളത്. മനസ്സിലായോ? ഡൗട്ട് ഉള്ളവർ ടീച്ചർ ആൻസർ എഴുതിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ബാഡ്ജ് നോക്കിയേ. രണ്ടാമത്തെ ബാഡ്ജിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ആ ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യം ക്ലോക്ക് തിരിയും പോലെ കൊടുത്തു, ഇപ്പോൾ ക്ലോക്ക് തിരിയുന്നതിന് ഓപ്പോസിറ്റാണ് കൊടുത്തിട്ടില്ല. നോക്കിയേ, 78 കണ്ടോ മക്കൾ? 78 ബാക്കോട്ടല്ലേ ഉള്ളത് ആരോ മാർക്ക്? അപ്പോൾ 78 76ലേക്ക് ആരോ മാർക്ക് ഉള്ളതല്ലേ? അപ്പോൾ 78 76 കിട്ടാൻ എന്ത് ചെയ്യണം? 78 എന്ത് കുറക്കണം? 2 കുറക്കണം അല്ലേ? 78 2 മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 76 കിട്ടുക. അതായത് ഈ ബാഡ്ജിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്പർ ഫില്ല് ചെയ്യുന്നത്? 2 മൈനസ് ചെയ്തിട്ടാണ്. അപ്പുറത്തേൽ എന്ത് ചെയ്തു? നമ്മൾ 5 ആഡ് ചെയ്തു, 5 പ്ലസ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുന്നത്? 2 മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. നോക്കിക്കോ, 78, 76, 74, അതായത് 2 മൈനസ് ചെയ്ത് കൊണ്ടുവരിക. 78 2 പോയാൽ 76, 76 2 മൈനസ് ചെയ്താൽ 74, 74 2 പോയാൽ 72, ദെൻ 70, ദെൻ 68, ദെൻ 66, ദെൻ 64, ദെൻ 62, ദെൻ 60. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? മക്കളെ ബാഡ്ജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത്രയും മനസ്സിലായോ?
ഇത്രയും ക്ലിയർ ആണോ മക്കൾക്ക്? ആദ്യത്തേൽ 5 നമ്മൾ ആഡ് ചെയ്യുന്നു, രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തേൽ 5 ആഡ് ചെയ്തു, രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്തു? 5 മൈനസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.